ഞാൻ മരുമകളാണെന്ന് അറിയുന്ന നല്ല നാളുകൾ വരുന്നുണ്ട്. ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ പോയി കിടന്നോളൂ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കാവിനി. താൻ കിടന്നോളൂ. ആവനിക്ക് നമ്മുടെ വീട്ടിലെ മരുമകളാകാനുള്ള യോഗ്യതയില്ല. ആവനിക്കും നിനക്കും ഇടയിൽ സൗഹൃദം മാത്രമേ ഉണ്ടാകാവൂ, മറ്റൊരു ബന്ധം ഉണ്ടാകരുത്. അവൾ എന്റെ ഭാര്യയായി എന്നല്ലാതെ ഇപ്പോഴും ഈ വീട്ടിലെ മരുമകളായിട്ടില്ല. കല്യാണക്കാര്യം ആർക്കും അറിയൂല. ജാതകത്തിന്റെ കാര്യവും ഇതുവരെ പറഞ്ഞിട്ടില്ല. മൂന്നാഴ്ചക്കുള്ളിൽ ശ്രീശൈലം മല്ലികാർജുന സ്വാമിയെ പോയി ഒന്ന് കാണണം. എല്ലാം നല്ലതുപോലെ നടക്കും. നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമി. നമസ്കാരം. നമസ്കാരം. വരൂ, ഇരിക്കൂ. പറയൂ. മനസ്സിന് താങ്ങാൻ പറ്റാത്ത എന്തോ കാര്യമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാലും. എന്റെ അതേ ജാതകത്തിലുള്ള ഒരു പെൺകുട്ടിയുമായി എന്റെ മകന്റെ വിവാഹം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇടയ്ക്ക് ആ ആഗ്രഹം കണ്ണിന്റെ മുമ്പിൽ തന്നെ ഉള്ളതുപോലെ തോന്നി. എന്നാൽ ഇപ്പോ ഇരുട്ടിൽ തപ്പുന്നൊരവസ്ഥയാണ് സ്വാമി. ബന്ധങ്ങൾ ശരിയാവുന്നില്ല, പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഓരോ ചൂടിലും ഉണ്ടാവുന്ന തടസ്സങ്ങളെ നേരിടാൻ കഴിയാതെ തളർന്നു പോവുകയാണ്. ഈ കാത്തിരിപ്പിന്റെ അവസാനം മകന്റെ കല്യാണം നടക്കാനുള്ള പരിഹാരം കാണിച്ചു തന്നാലും സ്വാമി. മോന്റെ ആ ജാതകം ഒന്നും കൂടി തന്നോളൂ. ദാ സ്വാമി. കല്യാണം കഴിഞ്ഞു എന്നാണല്ലോ ഈ ജാതകപ്രകാരം കാണുന്നത്. പക്ഷേ വിവാഹം നടന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയണു. എവിടെയോ എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഒരു തവണ ഒരു കുടുംബം കള്ളജാതകവുമായി ഞങ്ങളെ ചതിക്കാൻ നോക്കിയിരുന്നു സ്വാമി. ആ സമയത്ത് ഞങ്ങളുടെ മകന്റെ വിവാഹം ശരിക്കും നടന്നു എന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചത്. പൂർവികര് ചെയ്ത പുണ്യായിരിക്കാം. അതീന്ന് ഞങ്ങൾ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം എന്താണ് സ്വാമി? ചില സമയങ്ങളിൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികള് ശാപമായിട്ട് മാറുക പതിവാണ്. തലയിൽ ചവിട്ടിക്കഴിഞ്ഞാ പാമ്പ് പക കൊണ്ടടക്കണ പോലെ പുത്രശോകം സംഭവിച്ച സമയത്ത് ശ്രാവിന്റെ മാതാപിതാക്കൾ ദശരഥനെ ശപിച്ചതുപോലെ അറിഞ്ഞോ അറിയാതെയോ ആരോടെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോന്ന് ഒന്ന് ഓർത്തു നോക്കുക. ഒരാളുടെ ആത്മാവ് മറ്റൊരാൾക്ക് ശാപമായി മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും മോക്ഷം കിട്ടാനായിട്ട് ശാന്തി പൂജ ചെയ്താൽ മതിയാവും. മഹാശാന്തി യാഗത്തില് ബാധിച്ച ആ വ്യക്തിയെ ഇരുത്തിയിട്ട് അവർക്ക് വസ്ത്രങ്ങൾ കൊടുത്ത് അവരുടെ കൈകൾ കൊണ്ട് ആ യാഗം പൂർത്തിയാക്കേണ്ടതാണ്. അപ്പോ ദൈവാനുഗ്രഹത്താൽ അവരുടെ മനസ്സ് മഞ്ഞുപോലെ ഉരുകിപ്പോവും.
നിങ്ങളുടെ സമസ്യക്ക് ശാശ്വതമായ പരിഹാരവും ലഭിക്കും. നാളെ നല്ല ദിവസാ. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് എന്നെ ഫോൺ ചെയ്താൽ മതി. അപ്പൊ യാഗത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ചിന്തിച്ചിട്ട് വിവരം ഞങ്ങൾ അറിയിച്ചോളാം. അങ്ങനെ ആയിക്കോട്ടെ. ദാ വെച്ചോളൂ. വേദ, എന്തു പറ്റി? നമ്മൾ കാരണം ആർക്കെങ്കിലും അന്യായം സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ജാതകമുള്ള പെൺകുട്ടിയെ ഒരു കാലത്തും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ കിട്ടരുതെന്ന് ഞാൻ നിങ്ങളെ എപ്പോഴേ ശപിച്ചതാ. നമ്മൾ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ലെങ്കിലും നമ്മൾ കാരണം അന്യായം സംഭവിച്ചത് സുജാതയ്ക്ക് മാത്രമാണ്. എന്തെങ്കിലും ഒരു വിധത്തിൽ സുജാതയെ നമ്മുടെ കുടുംബത്തിലേക്ക് ചേർത്താൽ അവള് തന്ന ശാപങ്ങൾ ഉരുകി ശ്രീകരന്റെ കല്യാണം നടക്കും. എന്നാ നമുക്ക് എത്രയും പെട്ടെന്ന് സുജാതയെ ഒന്ന് കാണണം ചേട്ടാ. ശരി, കേറ്. ഇന്ന് ശ്രീകരേട്ടന്റെ ഓഫീസിൽ ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പോവാ. അച്ഛന്റെയും അമ്മയുടെയും ആശീർവാദം വാങ്ങണേ എനിക്ക്. ആ ചെന്നൈ മുരളി അതിലേ വന്നു ഇതിലേ പോയി. എന്തിനാ വന്നത് ഏതിനാ വന്നത് ഒന്നും ഒരു പിടിയില്ല. ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്ന അനിയത്തെ വന്ന് കണ്ടിട്ട് പോയതുപോലെ തോന്നിയെങ്കിലും ആ മുരളിയുടെ വരവിന്റെ പ്രധാന ഉദ്ദേശം എന്താന്ന് ശരിക്കും മനസ്സിലായില്ല. റോഡിൽ നിർത്തി അത്രയൊക്കെ സംസാരിച്ചിട്ടും മുരളിയുടെ അടുത്തൊന്നും ഒരു ചെറിയ ക്ലൂ പോലും കിട്ടിയില്ല. ആ മൂന്നാമത്തെ ക്യാരക്ടറിന്റെ പ്രവർത്തന രീതി വെച്ച് നോക്കുമ്പോ എനിക്ക് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം, ആവനിക്കും ശ്രീകരനും ഇടയിൽ ഉറപ്പായും എന്തോ റിലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ശ്രീകർ ആവനിയെ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്താ കൊണ്ടു നടക്കുന്നെ. അതുകൊണ്ടാ ഈ വീട്ടിൽ നിന്ന് ആവനിയെ പറഞ്ഞു വിടാൻ സമ്മതിക്കാത്തത്. അപ്പോ എന്റെ ഏട്ടൻ മറ്റൊരാളുടെ ആയിന്നാണോ? ഞാനിനി അത് കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കണോന്നാണോ? അങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ ആ ആവണിയെ തീർക്കാനാണെങ്കിൽ പോലും നിന്റെ കൂടെ എല്ലാത്തിനും ഞാനുണ്ടാവും. അമ്മേ, അമ്മേ, അമ്മേ. എവിടേക്കാ പോകുന്നേ? അത് ഞാൻ അച്ഛനും അമ്മയും വന്നിട്ട് പറയാം. എന്താ, ഞങ്ങളോട് പറയാൻ പറ്റില്ലേ? അവരോട് ഞാനത് പറയുമ്പോ നിങ്ങൾക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പോ വീടിന്റെ ഓണേഴ്സായിട്ട് നിൽക്കുന്ന ഞങ്ങളെല്ലാവരും വെറും കരിവേപ്പിലയായി മാറിയല്ലേ? ഇവൾക്കൊരു കാര്യം പറയണമെങ്കിൽ മുതിർന്ന ആൾക്കാരല്ലാതെ നമ്മളൊന്നും പറ്റില്ലല്ലോ. എങ്ങോട്ടാ പോകുന്നത് മോളെ? എന്നെ ആശീർവദിച്ചാലും. എന്താ വിശേഷിച്ച്? എനിക്കൊരു ജോലി കിട്ടി. എല്ലാം നന്നായി തന്നെ വരും മോളെ. മോളെണീക്ക. ഇത്രയും നല്ലൊരു കുട്ടിയെ മരുമകളാക്കാൻ കഴിഞ്ഞില്ല. എന്തു പറ്റിയമ്മേ? ഒന്നുമില്ല മോളെ. ചുരുക്കത്തിൽ നിനക്കൊരു ജോബ് കിട്ടി. നിനക്ക് തരാനുള്ള 10,000 പെട്ടെന്ന് തന്നെ തിരിച്ച് തന്നോളൂ അളിയാ. ആ കാര്യം ഞാൻ മറന്നുപോയിട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും തിരിച്ചു തരും.
ഇന്നലെ നിന്റെ ചേട്ടൻ വന്നിരുന്നില്ലേ? അപ്പൊ എന്താ ചോദിച്ചില്ല? ആ പണം ഞാൻ എന്റെ സമ്പാദ്യം കൊണ്ട് തിരിച്ചു തന്നോളാം. അല്ല, മോക്ക് എവിടെ ജോലി കിട്ടിയത്? വേറെ എവിടെയല്ല. വേറൊരു ട്രാവൽ കമ്പനിയിലാ അമ്മേ. അവനിയുടെ റെസ്യൂം പ്രകാരമുള്ള ജോലി തന്നെയാ. എന്തായാലും ആഗ്രഹിച്ച് നടന്നില്ലേ മോളെ? ഗ്രേറ്റ്. അവനി അങ്ങനെ അച്ഛാ. എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കും. മനസ്സറിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാ സാക്ഷാൽ ദൈവം തന്നെ വിളിയേക്കും. ഞാൻ നിന്നോടൊരു സംശയം ചോദിക്കട്ടെ? നിന്റെ ഫ്രണ്ട് മുരളി എന്തിനാ വന്നതെന്നും പെട്ടെന്ന് തിരിച്ചു പോയെന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അവൻ അനിയത്തി കാണാനല്ലേ വന്നേ. അവൻ കണ്ടു തിരിച്ചുപോയി. അതില് മനസ്സിലാക്കാൻ മാത്രം എന്താ ഉള്ളേ? മിലിറ്ററിക്കാര് രാജ്യത്തിന്റെ രഹസ്യം പുറത്തു പറയില്ല എന്നാണ്. അതുപോലെ തന്നെ മുരളിച്ചേട്ടനും എന്തോ രഹസ്യം പുറത്തു പറയാതെ തിരിച്ചു പോയി എന്നാണ് ഞങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഒരു അനുമാനം. നീ എന്തു പറയുന്നു? അനാവശ്യ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ വീട്ടിലിരുന്ന് നിങ്ങൾ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യാന്നേ പറയൂ. ആവിനി, തനിക്ക് ഓഫീസിലേക്ക് പോകാൻ സമയമായില്ലേ? താൻ ഇറങ്ങിക്കോ. പോയിട്ട് വരാമേ. അല്ല കുഞ്ഞളിയൻ, നീ ഓഫീസിലേക്ക് പോകുന്നില്ലേ? പോകാതെ പിന്നെ വീട്ടിൽ തന്നെ അടയിരിക്കാൻ പറ്റുമോ? അമ്മേ, ഇപ്പൊ തന്നെ ടൈം ലേറ്റ് ആയി. ഞാൻ ഇറങ്ങട്ടെ. ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം അന്വേഷിക്കാൻ വന്നപ്പോ അമ്മയെ കണ്ടില്ല. രാവിലെ എങ്ങോട്ടാ പോയത്? ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി പോയതാ മോളെ. പ്രശ്നോ? എന്താ അത്? അത് പറയാനുള്ള സമയമായി കഴിയുമ്പോ പറഞ്ഞോളാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? ഷോർട്ട് ടൈമിൽ ഷാർപ്പായിട്ടെല്ലാം ശ്രദ്ധിക്കാനുള്ള കഴിവ് നിനക്കല്ലാതെ പിന്നെ വേറെ ആർക്കാ ഉള്ളത്? അതെ, അവള് ജോലി ചെയ്യാൻ പോകുന്ന ഓഫീസിനെ കുറിച്ച് ആവനി പറയുമ്പോഴേക്ക് ആ ശ്രീകർ സഡനായിട്ട് എന്ററായി അവളെ അതിൽ നിന്ന് വിലക്കുന്ന പോലെ എനിക്ക് തോന്നി. സോ അവിടെ എന്തോ മിസ്റ്ററി ഉണ്ട്, അങ്ങനെയല്ലേ ചേച്ചി? യെസ്, അത് നമുക്ക് കണ്ടെത്തണം. നിങ്ങളുടെ കണ്ണ് മ്യൂസിയത്തിൽ വെക്കണം സിസ്റ്റർ. മ്യൂസിയത്തിലല്ല, ആ ആവനിയുടെ നേർക്ക് വെക്കണം. പോവാം നമുക്ക്. താനെന്താ നോക്കുന്നേ? ഞാൻ ഏട്ടന്റെ കമ്പനിയിലാ ജോയിൻ ചെയ്യാൻ പോകുന്നേന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് ഇടയ്ക്ക് കയറി പറഞ്ഞ എന്തിനാ? കല്യാണ കാര്യമോ പറയാൻ പറ്റിയില്ല. എന്തുകൊണ്ടെന്നാ അതെന്തെങ്കിലും ഒരു വലിയ പ്രശ്നമായി പോകുമെന്നുള്ള പേടി. എന്നാൽ ഒരിടത്ത് ഒരുമിച്ച് ജോലി ചെയ്യാൻ പോകുന്നേന്നുള്ള ചെറിയ കാര്യം പോലും എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? നമ്മുടെ സ്വസ്ഥതയെ നമ്മൾ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥ സൃഷ്ടിച്ച ശേഷം നമ്മുടെ ആത്മാവിനെ നമ്മൾ തന്നെ അകറ്റി നിർത്തുന്ന പോലെ തോന്നുന്നുണ്ട് ഏട്ടാ. ആവണിക്ക് നമ്മുടെ വീട്ടിലെ മരുമകളാവാനാവില്ല. എന്തേട്ടാ മിണ്ടാത്തെ? ഇപ്പൊ തന്നെ എല്ലാവർക്കും നമ്മൾ ഒരുപാട് സംശയം ഉണ്ടാവിനി. നമ്മളിനി ഒരേ സ്ഥലത്തെ ജോലി എന്ന് പറഞ്ഞാ ഇനി സംശയം കൂടില്ലേ? അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അതുകൊണ്ടാ ഞാൻ അങ്ങനെ അപ്പൊ പറഞ്ഞത്. അതല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ആപത്ത് ഘട്ടങ്ങളിൽ നമ്മൾ കളവ് പറയുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാ പറയാറ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടാ. ഭാവിയിൽ ഇതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂ എന്നുള്ള പേടി തോന്നുന്നുണ്ട് എനിക്ക്.
അതെല്ലാം ഞാൻ നോക്കിക്കോളാം. സമയാവുന്നുണ്ട്, വാ പോവാം. എന്ത് പറ്റി ഗിരി? ശ്രീകർ ഓഫീസിലേക്ക് കൊണ്ടുവന്ന ആ പെണ്ണിനെ പിന്നെയും ഓർമ്മ വരിക. ഇന്നലെ കൊണ്ടുവന്നു, ആർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ അകത്തേക്ക് കൊണ്ടുപോയി. ബോസിനോട് സംസാരിച്ചിട്ട് വീണ്ടും സൈലന്റ് ആയിട്ട് അവിടുന്ന് കൊണ്ടുപോയി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവരിവൺ. എവരിബഡി കം ഹിയർ. Let me introduce a special person. She is Avani, എൻ്റെ ഫ്രണ്ടിന്റെ അനിയത്തിയ. ഇന്നത്തെ ഈ ദിവസം നമ്മുടെ ഓഫീസിൽ എംപ്ലോയി ആയിട്ട് ജോയിൻ ആവുക. അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങളെല്ലാവരും ആവനിയെ ചേർത്ത് പിടിച്ച് ഈ എൻവയോൺമെന്റ് ഒക്കെ ഒന്ന് പരിചയമാവുന്നവരെ കോപ്പറേറ്റ് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൺഗ്രാറ്റ്സ് ആവനി മാഡം. താങ്ക് യു. കൺഗ്രാറ്റ്സ് അവന് മാഡം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് അവനി. താങ്ക് യു. കൺഗ്രാറ്റ്സ്. യാ താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ്.